നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ നിന്നൊരു പ്രകമ്പനമുണ്ടാവുകയാണ്. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ മധ്യേഷ്യയിലെ യുദ്ധക്കളത്തിൽ നിന്ന് പുതിയതായി ഉയരുന്ന ഈ പ്രകമ്പനം അത്ര കണ്ട് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത്തവണ അത് വെറും ഒരു മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ മുഴക്കമല്ല, മറിച്ച് ഇറാൻ നാവികസേനാ മേധാവി അഡ്മിറൽ ഷഹറാം ഇറാനി നടത്തിയ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ്. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗതി, അതായത് രഹസ്യ ആയുധം പ്രയോഗിക്കും എന്നുള്ള, രഹസ്യായുധം പ്രയോഗിച്ചു കഴിയുമ്പോൾ അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകും എന്നുള്ള ഇറാന്റെ ഈ പ്രസ്താവന അത് വലിയ രീതിയിൽ തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകില്ലേ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പരിഹാസ രൂപേണയാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഒരു രഹസ്യ ആയുധം എന്താണ്? അത് ശരിക്കും യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിക്കുമോ? രഹസ്യ ആയുധവും മനഃശാസ്ത്രപരമായ യുദ്ധവും. ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ എപ്പോഴും നിഗൂഢതകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത്യാധുനികമായ ഒരു പുതിയ ആയുധം വൈകാതെ വികസിപ്പിക്കുമെന്ന, അത് ശത്രുക്കളുടെ ചങ്കെടുപ്പ് കൂട്ടുമെന്നുമാണ് അഡ്മിറൽ ഇറാനിയുടെ അവകാശവാദം. ഇതിനെ കേവലം ഒരു ഭീഷണിയായി മാത്രം കാണാൻ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ ദശകങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ദീർഘദൂര മിസൈലുകളിലും ഇറാൻ കൈവരിച്ച മുന്നേറ്റം ലോകം കണ്ടതാണ്. ഈ പുതിയ ആയുധം ഒരുപക്ഷെ പ്രതിരോധ മേഖലയെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാകാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. 1. ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ. നിലവിലുള്ള റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിക്കാൻ ശേഷിയുള്ളവ. 2. അദൃശ്യമായ മുങ്ങിക്കപ്പലുകൾ. ഹോർമോസ് കടലിടുക്കിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ള മിനിച്ചർ സബ്മറൈനുകളാണ് ഇവ. 3. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ കൂട്ടങ്ങൾ. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ അയച്ച് പ്രതിരോധ കവചത്തെ തകർക്കുന്ന സാങ്കേതിക വിദ്യ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ സുരക്ഷിതമാണോ? അഡ്മിറൽ ഇറാനിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനെതിരെയുള്ള ആക്രമണമാണ്. ഇറാനിയൻ മിസൈലുകൾ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധമുള്ള കപ്പലുകളിൽ ഒന്നാണ് അമേരിക്കയുടെ വിമാനവാഹിനികൾ. അതിനു നേരെ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ വിജയകരമായ ഓപ്പറേഷൻ അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിനേറ്റ വെല്ലുവിളിയായാണ് ഇറാൻ ആഘോഷിക്കുന്നത്. 100-ലധികം തവണ അമേരിക്കൻ ഇസ്രായേൽ ലക്ഷ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞു എന്ന പ്രസ്താവനയിലൂടെ ഈ യുദ്ധം വെറും ഒരു നിഴൽ യുദ്ധമല്ലെന്നും നേരിട്ടുള്ള പോരാട്ടമാണെന്നും ഇറാൻ അടിവരയിടുന്നു. ലോകത്തിന്റെ എണ്ണനാഡി ഇറാന്റെ കൈപ്പിടിയിൽ. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇവിടെ ഇറാൻ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. അഡ്മിറൽ ഇറാനി മുന്നറിയിപ്പ് നൽകുന്നതിന് പിന്നാലെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. ഹോർമോസ് വഴി കടന്നുപോകാൻ ഇനി ഇറാന്റെ അനുമതി നിർബന്ധമാണ്. ഇറാനിയൻ സൈന്യത്തിന്റെ നിഴല് എപ്പോഴും ഈ മേഖലയിൽ ഉണ്ടാകുമെന്നും അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനെതിരെയും ഉടനടി സൈനിക നടപടി ഉണ്ടാകും. കടലിലെ ഈ പവർ ഗെയിം കേവലം ഭൂപ്രദേശത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമം കൂടിയാണ്. കടൽ കൊള്ള ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും. അമേരിക്കൻ നാവികസേനയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാനിയൻ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നത് വെറും ഉപരോധമല്ല, മറിച്ച് കടൽ കൊള്ള ആണെന്ന് അഡ്മിറൽ ഇറാനി ആരോപിക്കുന്നു. കപ്പലിലെ ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളുടെയും അമേരിക്ക തടഞ്ഞുവെച്ചിരിക്കുകയാണ് എന്ന ഗൗരവമേറിയ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. രാജ്യാന്തര നിയമങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന അമേരിക്ക സ്വന്തം നയങ്ങൾ ലംഘിക്കുകയാണ് എന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. ഉപരോധങ്ങൾക്കിടയിലെ അതിജീവനം. അമേരിക്കയുടെ നേതൃത്വത്തിൽ കടുത്ത ഉപരോധം നിലനിൽക്കുമ്പോഴും ഇറാന്റെ ചില കപ്പലുകൾ ഇപ്പോഴും സുഗമമായി തന്നെ സർവീസ് നടത്തുന്നു എന്നത് കൗതുകകരം തന്നെയാണ്. ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഇറാന്റെ ശേഷി അവരുടെ സാമ്പത്തികവും തന്ത്രപരവുമായ കരുത്തിന്റെ തെളിവാണ്. ഞങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ല. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാനിയൻ സേന സജ്ജമാണ്. ശത്രുക്കൾക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അഡ്മിറൽ ഷഹറാം ഇറാനി പറഞ്ഞത്.
ഇറാൻ നാവികസേനാ മേധാവികളുടെ വാക്കുകൾ വെറും വീരവാദമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. രഹസ്യ ആയുധം ഏതായാലും ശരി, ഹോർമോസ് കടലിടുക്കിലെ പുതിയ നിയമങ്ങളും വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയുള്ള വെല്ലുവിളിയും മധ്യേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന് ഉറപ്പാണ്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത നീക്കത്തിലേക്കാണ് എന്നാണ്. യുദ്ധക്കളത്തിലെ ഈ രഹസ്യായുധം ശരിക്കും പ്രായോഗികപ്പെടുത്തുമോ, അതോ ഇത് സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഇറാന്റെ സമ്മർദ്ദതന്ത്രമാണോ? വരും ദിവസങ്ങളിൽ തന്നെ ഇതിന് ഉത്തരം നൽകുമെന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം ഇറാനെതിരെ സാമ്പത്തിക നാവിക ഉപരോധം കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാൽ കഴിയുന്ന നിലയിലും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ ഭരണകൂടത്തെ അത്യന്തം അധിക്ഷേപകരമായ രീതിയിൽ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഇറാൻ നിലവിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെന്നും ഒത്തുതീർപ്പിന് തയ്യാറാകാതെ ഉപരോധത്തിൽ ഇളവ് നൽകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഹോർമോസ് കടലിടുക്ക് വഴി ഇറാൻ നടത്തുന്ന എണ്ണ വ്യാപാരം പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കൻ നാവികസേന നില ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ആഗോള എണ്ണ വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രാദേശിക ഇടപെടലുകളും അവസാനിപ്പിക്കാൻ ഈ സമ്മർദ്ദം അനിവാര്യമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ US ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും ബോംബിംഗ് നടത്തുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഉപരോധം നീട്ടാൻ എളുപ്പമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ആണവ വിഷയം പരിഗണിക്കപ്പെടാത്ത ഒരു കരാർ എങ്ങനെ ഒപ്പുവെക്കാനാകുമെന്ന് അവർക്കറിയില്ലെന്നും മിടുക്കരായി ഇറാൻ ഉടൻ കരാറിൽ ഒപ്പുവെക്കണമെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. ചർച്ചകൾ വഴിമുട്ടിയതിനു പിറകെ 2 ആഴ്ച മുമ്പാണ് അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ അവിടേക്കുള്ളതോ ആയ കപ്പലുകൾ മടക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇറാൻ കപ്പലുകൾക്ക് US മറ്റുള്ളവയുടെ ഇറാനും മുടക്കിയതോടുകൂടി ഹോർമൂസ് വഴി ചരക്കുകടത്ത് ഏകദേശം സമ്പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ആണവ വിഷയം ഒഴിവാക്കി പുതിയ കരാറിലെത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ല എന്ന് ട്രംപ് പറയുന്നു. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവ 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പുഷ്ടീകരിക്കണം നടത്തിയാൽ ഇവ ഉപയോഗിച്ച് ആണവായുധങ്ങൾ ഏറെയും നിർമ്മിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ബദൽ വ്യാപാര മാർഗങ്ങൾ വികസിപ്പിച്ച് ഉപരോധം മറികടക്കാമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. നിലവിൽ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തി മേഖലയിൽ മേൽക്കൈ ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇറാൻ സജീവമാക്കിയിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തി. അമേരിക്കയുടേത് സാമ്പത്തിക ഭീകരതയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഉപരോധം തുടരുന്നത് പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് ലോകരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപിന്റെ ഈ കടുത്ത നിലപാട് ബാധിക്കും. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം എണ്ണ ഇറക്കുമതിക്ക് ചെലവേറുന്നതും വിതരണം തടസ്സപ്പെടുന്നതും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും മുൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ശതകോടികളുടെ എണ്ണ വ്യാപാരം നിലച്ചതോടുകൂടി ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ് ഇപ്പോൾ. $1 18 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇത് ഇറാന്റെ നട്ടലൊടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.